കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡിസൈൻ വരച്ചപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ലോട്ടസ് വരയ്ക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ, എങ്ങനെയാണ് ഈസി ആയിട്ട് ലോട്ടസ് വരയ്ക്കുക എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കിയാലോ. ആദ്യം നമ്മൾ ലോട്ടസ് വരയ്ക്കാൻ ഈ ഒരു ഷേപ്പ് വരയ്ക്കണം. എല്ലാ ലോട്ടസിനും ഇത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്, ഈ മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ്. എന്നിട്ട് ഇനിയാണ് ഞാൻ ചെയ്യുന്ന ടിപ്പ് കാണിച്ചു തരാം. ആദ്യം രണ്ട് സൈഡിലും ഇതുപോലത്തെ ഓരോ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതിന് ഒരു ലൈനിൽ നിന്ന് നമ്മൾ ലോട്ടസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വളച്ചു കൊടുക്കുക. മറ്റേ ലൈന് ആ ടിയർ ഡ്രോപ്പിൻ്റെ പുറത്ത് തട്ടുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ലൈനിൻ്റെ അടിഭാഗത്തു നിന്ന് ഇതുപോലെ രണ്ട് പെറ്റൽ രണ്ട് സൈഡിലും കൊടുക്കുക. ഇങ്ങനെ ആവുമ്പോൾ ലോട്ടസ് റെഡിയാണ്. ഇനി നമുക്കിതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിനൊരു തണ്ട് വരച്ചു കൊടുക്കാം, ഇല വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ലോട്ടസിനെ കൂടുതൽ ഭംഗിയാക്കാം. ഇത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഇനി ഇത് വെച്ച് ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളവർക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു നെഗറ്റീവ് ഫില്ലിംഗ് ഡിസൈന് ഈ ലോട്ടസ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ പഠിച്ച ലോട്ടസാണ് നമ്മൾ മൊത്തം ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ഫില്ലിങ്ങിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫില്ല് ചെയ്യുന്ന ഭാഗം കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ. അധിക ഭാഗവും നമ്മൾ ഡിസൈൻ കൊണ്ട് നിറയ്ക്കണം. അതിൽ ലോട്ടസ്, ഇതുപോലത്തെ ഷേപ്പ്, ലീവ്സ്, റൗണ്ട്, അങ്ങനെ നമ്മൾ ഡിസൈൻ കൊണ്ട് നിറച്ചിട്ട് വേണം നെഗറ്റീവ് ഫില്ലിങ് ചെയ്യാൻ. നമ്മളിപ്പോൾ പഠിച്ച ലോട്ടസ് തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതുപോലത്തെ ഈസി ട്രിക്സ്, ടിപ്സൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസ് എങ്ങനെയാണ് വരക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ, പാറ്റേൺസൊക്കെ എങ്ങനെയാണ് വരക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതൊക്കെ ഇതിലുള്ള